ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പൊൻകുന്നം വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ കട്ടപ്പനയിൽ നിന്ന് നമ്മൾ പൊൻകുന്നത്തേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും അവിടെയാണ്, നമ്മൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പോവാണ് കേട്ടോ. അപ്പം അവരെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരണം. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ വീട് അവിടെയുണ്ട്, എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ വീടും അവിടെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നമുക്ക് പോകണം. അപ്പം നമ്മൾ രാവിലെ തന്നെ പോവാണ് കേട്ടോ. അപ്പം ഭയങ്കര മഞ്ഞാണ്, അതുപോലെ ഭയങ്കര മഴയാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം നമുക്ക് അവിടെ അങ്ങോട്ട് പോകാം. വീട്ടിൽ വന്നപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പം ചക്കയുടെ സീസണാണ്, തീരുന്നതേ ഉള്ളൂ. അപ്പം അവിടെയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളിവിടെ നിന്ന് ചക്ക, പാഷൻ ഫ്രൂട്ട്, പിന്നെ പേരയ്ക്ക, അങ്ങനെ മുതലായ സാധനങ്ങളെല്ലാം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കുവാണ്. അപ്പം അതേൻ്റെ ഒരു ആന പോകുന്നു റോട്ടിൽ കൂടെ. നമ്മളതിനെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ ഇടുക്കിക്കാർക്ക് പരിചിതമില്ലാത്ത ഒരു വസ്തുവാണ് ആന. അപ്പം നമ്മുടെ ഇവിടെയെങ്കിലും അങ്ങനെ റോട്ടിൽ കൂടെ ഒന്നും പോകുന്നത് നമ്മൾ കാണാറില്ല. വല്ല ഉത്സവങ്ങൾക്ക് 1-2 എണ്ണത്തിനെ കണ്ടെങ്കിലായി. പക്ഷേ നാട്ടിൻപുറത്ത് ഇതവർക്ക് സുപരിചിതമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ അച്ഛനും അമ്മയും പിള്ളേരും എല്ലാവരും കൂടെ കളിയാണ്. ഈ സമയത്ത് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്, റെസ്റ്റ് എടുക്കുന്ന സമയമാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി വരെ ഒന്ന് പോകണം. വേറൊന്നും കൊണ്ടല്ല, അവിടെ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കിട്ടുന്ന ഒരു അടിപൊളി കടയുണ്ട്. അപ്പം കൽക്കട്ട ബേക്ക് മാർട്ട് എന്നാണ് ആ കടയുടെ പേര്. അപ്പോൾ അവിടെ ഏറ്റവും സാധനങ്ങൾ കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ കൊറോണയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിള്ളേരെ കൊണ്ടുപോകുന്നില്ല, ഞങ്ങൾ മാത്രം പോവാം എന്നോർത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് പിള്ളേരെ അവർ നോക്കിക്കോളും. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് അനിയൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറണം.
പക്ഷേ നമ്മുടെ മഴ അത്ര അതിനുള്ളിൽ നിന്നുകൊണ്ട് എടുത്ത ഒരു ഇതാണ്. അതുകൊണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് അവിടെ കയറിയിട്ട് വേണം നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോകാൻ. അപ്പം നമുക്ക് അവിടെ കയറി അവിടെയുള്ള കാഴ്ചകളൂടി കാണാം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ കാഞ്ഞിരപ്പള്ളിക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ കറക്റ്റ് സ്ഥലം എന്ന് ഈ ഞാൻ പറഞ്ഞ ഈ കടയുടെ പേര് കൽക്കട്ട ബേക്ക് മാർട്ട് എന്നാണ് കടയുടെ പേര്. അപ്പം ഈ കടയുടെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു, ഒരു രക്ഷയില്ല, ഭയങ്കര മഴ. അപ്പം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അവിടെ ചെന്നപ്പോൾ. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, കൊറോണ കാലമാണ്, അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ എടുക്കേണ്ട ഒരവസ്ഥയുണ്ട്. പക്ഷേ ഈ കടയിൽ ഇത് നമ്മുടെ പുൽപ്പേൽ സിൽക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു എല്ലാവർക്കും പരിചയമുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ. അതിൻ്റെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി ഇടാൻ വരുന്നിടത്താണ് ഈ ഒരു കട. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു കടയാണെങ്കിലും ഒരുപാട് നീളത്തിൽ ഇങ്ങനെ നമുക്ക് A to Z കേക്കിനുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ കുറേ മേടിക്കാനുണ്ട്. അതിന് ശേഷം നമുക്ക് പുറത്ത് കുറച്ച് സാധനങ്ങളോട് മേടിക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പുറത്തധികം ഇറങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല, കാരണം കൊറോണയൊക്കെ ആയതുകൊണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് സാധനങ്ങളെല്ലാം മേടിക്കാം. അപ്പം ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ എന്താണെന്ന് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. കാരണം പിള്ളേർ വീട്ടിൽ തന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഒരു ദിവസത്തെ വീഡിയോ ആണെങ്കിലും അതിനകത്ത് ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചൊരു കുഞ്ഞു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത ദിവസം വേറെ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ടാറ്റാ. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വേഗം വീട്ടിലോട്ട് പോട്ടെ കേട്ടോ.